മലയാള സിനിമാ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പ്രശസ്ത സിനിമാ നടി കവിയൂർ പൊന്നമ്മ അന്തരിച്ചു. ഒരു മാസത്തിലേറെയായി ചികിത്സയിലായിരുന്നു. കൊച്ചിയിലെ ലിസി ആശുപത്രിയിൽ വെച്ചായിരുന്നു കവിയൂർ പൊന്നമ്മയുടെ അന്ത്യം സംഭവിച്ചത്. 6 പതിറ്റാണ്ടുകളായി മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന അഭിനേത്രിയായിരുന്നു കവിയൂർ പൊന്നമ്മ. ഏറ്റവും കൂടുതൽ സിനിമകളിൽ അഭിനയിച്ച ആർട്ടിസ്റ്റുകളിൽ ഒരാൾ കൂടിയാണ് കവിയൂർ പൊന്നമ്മ. പത്തനംതിട്ട ജില്ലയിലെ കവിയൂരിൽ 1945 കവിയൂർ പൊന്നമ്മയുടെ ജനനം. TP ദാമോദരൻ, ഗൗരി എന്നിവരുടെ 7 മക്കളിൽ മൂത്ത കുട്ടി നടി കവിയൂർ രേണുക ഇളയ സഹോദരിയാണ്. സംഗീതത്തിൽ അഭിരുചിയുണ്ടായിരുന്ന കവിയൂർ പൊന്നമ്മ പിന്നീട് LPR വർമ്മയുടെ ശിക്ഷണത്തിൽ സംഗീതം പഠിക്കാനായി ചങ്ങനാശ്ശേരിയിലെത്തി. വെച്ചൂർ S ഹരിഹര സുബ്രഹ്മണ്യരുടെ കീഴിലും സംഗീതം അഭ്യസിച്ചു. 14-ാമത്തെ വയസ്സിൽ അക്കാലത്തെ പ്രമുഖ നാടക കമ്പനിയായ പ്രതിഭ ആർട്സിന്റെ നാടകങ്ങളിൽ ഗായികയായിട്ടാണ് കലാരംഗത്ത് വരുന്നത്. തോപ്പിൽ ബാസിയുടെ മൂലധനം എന്ന നാടകത്തിലൂടെ അഭിനയ രംഗത്തേക്ക് എത്തുകയായിരുന്നു. 1962 ശ്രീരാമ പട്ടാഭിഷേകത്തിലൂടെയാണ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത്. രാവണനായി കൊട്ടാരക്കര ശ്രീധരൻ നായർ എത്തിയപ്പോൾ മണ്ടോദരിയായത് കവിയൂർ പൊന്നമ്മയായിരുന്നു. തൊമ്മന്റെ മക്കൾ 1965 ഇറങ്ങിയ സിനിമയിൽ സത്യന്റെയും മധുവിന്റെയും അമ്മയായി വേഷമിട്ടു. മലയാളത്തിൽ മിക്കവരുടെയും അമ്മയായി അഭിനയിച്ചിട്ടുണ്ട്. കൂടുതലും നടൻ മോഹൻലാലിന്റെ അമ്മയായിട്ടാണ് മിക്ക സിനിമകളിലും കവിയൂർ പൊന്നമ്മ പ്രത്യക്ഷപ്പെട്ടത്. 1965 തന്നെ ഓടയിൽ നിന്നിൽ സത്യന്റെ നായിക കഥാപാത്രമായി അമ്പലക്കുളങ്ങര എന്ന മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് ഗാനം ഉൾപ്പെടെയുള്ള രംഗങ്ങളിൽ നമുക്ക് കവിയൂർ പൊന്നമ്മയെ മറക്കാനാകില്ല. ആ വർഷം തന്നെ സത്യന്റെ അമ്മ വേഷവും ചെയ്തു എന്നത് ആ അഭിനേത്രിയുടെ കഴിവിന്റെ സാക്ഷ്യപത്രം തന്നെയാണ്. നെല്ല് എന്ന ചിത്രത്തിലെ സാവിത്രി എന്ന കഥാപാത്രമാണ് അമ്മ വേഷങ്ങളിൽ നിന്ന് വേറിട്ട് കാണാവുന്ന പൊന്നമ്മയുടെ മറ്റൊരു കഥാപാത്രം. കൂടാതെ സത്യ എന്ന തമിഴ് ചിത്രത്തിലും പ്രിയരുലു എന്ന തെലുങ്ക് ചിത്രത്തിലും വേഷമിട്ടിട്ടുണ്ട്. 2021 റിലീസ് ചെയ്ത ആണും പെണ്ണും എന്ന സിനിമയിലാണ് കവിയൂർ പൊന്നമ്മ അവസാനം അഭിനയിച്ചത്. 1963 കാട്ടുമൈനെ എന്ന സിനിമയിലൂടെ ചലച്ചിത്ര പിന്നണി ഗാനരംഗത്ത് അരങ്ങേറ്റം കുറിച്ചു. വെളുത്ത കത്രീന, തീർത്ഥയാത്ര, ധർമ്മയുദ്ധം, ഇളക്കങ്ങൾ, ചിരിയോ ചിരി, കാക്കക്കുയിൽ തുടങ്ങി 8ഓളം സിനിമകളിൽ പാട്ടുപാടിയിട്ടുമുണ്ട്. 1999 മുതൽ ടെലിവിഷൻ രംഗത്ത് സജീവമാണ്. ദൂരദർശൻ, ഏഷ്യാനെറ്റ്, സൂര്യ തുടങ്ങിയ ടെലിവിഷൻ ചാനലുകൾ ഒട്ടേറെ പരമ്പരകളിലും വേഷമിട്ടിട്ടുണ്ട്. ചലച്ചിത്ര രംഗത്തെ ഏറ്റവും നല്ല സഹനടിക്കുള്ള പുരസ്കാരങ്ങൾ 4 തവണ ലഭിക്കുകയും ചെയ്തു. ഭരത് മുരളി പുരസ്കാരം, PK റോസി പുരസ്കാരം, കലാരത്നം പുരസ്കാരം, കേരള സംസ്ഥാന ചലച്ചിത്ര വകുപ്പിന്റെ പ്രത്യേക പുരസ്കാരം തുടങ്ങി ഒട്ടേറെ അംഗീകാരങ്ങൾ തേടിയെത്തി. സിനിമാ നിർമ്മാതാവായിരുന്ന മണിസ്വാമിയാണ് കവിയൂർ പൊന്നമ്മയുടെ ഭർത്താവ്. ആദ്യമായി നായികാവേഷത്തിലെത്തിയ റോസിയുടെ നിർമ്മാതാവായ മണിസ്വാമി സിനിമാ സെറ്റിൽ വെച്ചാണ് വിവാഹാഭ്യർത്ഥന നടത്തിയത്. 1969 വിവാഹിതരായി. ഈ ബന്ധത്തിൽ ബിന്ദു എന്ന മകളുമുണ്ട്. മകളുടെ ജനനം ഏതാനും വർഷങ്ങൾക്ക് ശേഷം മണിസ്വാമിയും കവിയൂർ പൊന്നമ്മയും വേർപിരിഞ്ഞു. എന്നിരുന്നാലും വാർദ്ധക്യത്തിൽ മണിസ്വാമി രോഗബാധിതനായപ്പോൾ 2011 അദ്ദേഹത്തിന്റെ മരണം വരെ കവിയൂർ പൊന്നമ്മയാണ് പരിചരിച്ചത്. ഇപ്പോൾ ഒരു മാസക്കാലമായി വളരെ ഗുരുതരാവസ്ഥയിലായിരുന്നു കവിയൂർ പൊന്നമ്മ ആശുപത്രിയിൽ കഴിഞ്ഞിരുന്നത്. കവിയൂർ പൊന്നമ്മയുടെ സഹോദരന്റെ കുടുംബമായിരുന്നു ഒപ്പമുണ്ടായിരുന്നത്. ഇപ്പോൾ മരണവാർത്ത അറിഞ്ഞതിന്റെ ഞെട്ടലിലാണ് മലയാള സിനിമയും ആരാധകരും.